പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ജനത എന്നതിനെ കുറിച്ചാണ്. നിയമാവർത്തന പുസ്തകം 11 അധ്യായം അതിൽ 25 തിരുലിഖിതം. ആർക്കും നിങ്ങളെ ചെറുത്തു നിൽക്കാൻ കഴിയുകയില്ല. നിയമാവർത്തനം 11:25. ആർക്കും നിങ്ങളെ ചെറുത്തു നിൽക്കാൻ കഴിയുകയില്ല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ തിരുലിഖിതങ്ങൾ സ്വീകരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ അന്തരംഗങ്ങളെ തുറക്കണമേ. മക്കബായരുടെ 2 പുസ്തകം 4 അധ്യായം 1 തിരുലിഖിതം. തൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും പ്രവേശിക്കാൻ തക്കവിധം അവിടുന്ന് നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. ഓ കർത്താവേ, കല്ലുപോലുള്ള ഹൃദയങ്ങളെ സ്പർശിക്കണമേ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഓ കർത്താവേ, അങ്ങയുടെ ആത്മാവ് ഈ ദാസന്മാരുടെ മേൽ വ്യാപരിക്കട്ടെ, കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ ദൈവമക്കളെ ശല്യം ചെയ്യുന്ന എല്ലാ നാരകീയ സേനകളെയും നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഈ കുടുംബങ്ങളെയും വ്യക്തികളെയും സ്ഥാപനങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ ദുർപീഡകളെയും യേശുവിന്റെ ഉന്നത നാമത്തിൽ ശാസിച്ച് ബന്ധിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നിയമാവർത്തന പുസ്തകം 11 അധ്യായം 25 തിരുലിഖിതം. ആർക്കും നിങ്ങളെ ചെറുത്തു നിൽക്കാൻ, എതിർത്തു നിൽക്കാൻ കഴിയുകയില്ല. ഇത് യേശുക്രിസ്തുവിന്റെ, ദൈവമായ കർത്താവിന്റെ, പരിശുദ്ധാത്മാവിന്റെ, സ്വർഗത്തിന്റെ ഒരു വാഗ്ദാനമാണ്. ആർക്കും നിങ്ങളെ എതിർത്തു നിൽക്കാൻ കഴിയുകയില്ല. ഇതിനുവേണ്ടി ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നൊരു കാര്യം നിയമാവർത്തന പുസ്തകം 11 അധ്യായം അതിൽ 22 വാക്യത്തിലുണ്ട്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഈ കൽപ്പനകളെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം പാലിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്താൽ ഈ ജനതയെ എതിർത്ത് തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന്റെ ഓരോ വചനങ്ങൾക്കും വിലയുണ്ട്. ദൈവത്തിന്റെ ഓരോ കൽപ്പനകൾക്കും വിലയുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ കൽപ്പനകളും വചനങ്ങളും ദൈവമായ കർത്താവ് നമുക്ക് നൽകിയത്? ഈ ഭൂമിയിൽ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റാത്ത വിധം അജയ്യമായ ശക്തിയോടെ ജീവിക്കുന്ന ഒരു ദൈവിക തലമുറ, ഒരു ദൈവിക ജനത ഈ ഭൂമുഖത്ത് വസിക്കാൻ വേണ്ടി തന്നെ. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ഈ സഗിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ ആദ്യ കാലഘട്ടങ്ങൾ, ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ലാത്ത ആദ്യ കാലഘട്ടം. രാവിലെ ഉണ്ടാക്കുന്ന കഞ്ഞി തന്നെ ഉച്ചയ്ക്ക് കുടിക്കും. ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന അതിൽ കുറച്ചെടുത്ത് അത് തണുത്താണെങ്കിലും അത് രാത്രിക്ക് കുടിക്കും. അച്ചാർ ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് അടുത്ത പാത്രത്തിലെടുത്ത് ഉച്ചയ്ക്ക് കഴിക്കും. പിന്നെ ആ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് രാത്രിക്ക് കഴിയും. അങ്ങനെ കൊടിയ ഞെരുക്കത്തിന്റെ കാലഘട്ടം. ഏതാനും ശുശ്രൂഷകര് അട്ടപ്പാടി സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ അച്ഛനോടൊപ്പം. ഒരു നാൾ സഗിയോന്റെ ഒരു പ്രത്യേക ഉത്സവ ദിനം വന്നു. അങ്ങനെ സഗിയോന്റെ ഉത്സവ ദിനത്തിൽ എല്ലാവർക്കും അപ്പം കൊടുക്കണം എന്നൊരു ആഗ്രഹം. ഈ ചെറിയ ബൺ പോലെ, ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ബൺ പോലൊരു സാധനം, അത് അപ്പം കൊടുക്കണമെങ്കിൽ കൊട്ടയ്ക്കകത്ത് കൊടുക്കണം എന്ന് ആഗ്രഹം. പക്ഷെ കൊട്ടയില്ല, കൊട്ട വാങ്ങാൻ പൈസയില്ല. എങ്കിലും ശരി, ഉണ്ടായിരുന്ന പൈസ എല്ലാം തപ്പിക്കൂടി 25 രൂപയുണ്ടായിരുന്നു. ആ 25 രൂപയ്ക്ക് ഒരു കൊട്ട വാങ്ങാൻ വേണ്ടി അട്ടപ്പാടി സഗിയോൻ ധ്യാനകേന്ദ്രത്തിന്റെ തൊട്ടടുത്തുള്ള താവളം പ്രദേശത്തെ ഒരു കൊട്ട വിൽപ്പനക്കാരന്റെ, കൊട്ട നെയ്ത്തുകാരന്റെ അടുത്തേക്ക് ചെന്നു. ആ കൊട്ട നെയ്ത്തുകാരൻ രാത്രിയിൽ ഈ കൊട്ടയ്ക്ക് അന്വേഷിച്ച് ആരുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ കൊട്ട നെയ്ത്തുകാരൻ വിചാരിച്ചു ഒരുപാട് പൈസ കിട്ടും. ആ കൊട്ട നെയ്ത്തുകാരൻ 25 രൂപയുടെ കൊട്ടയ്ക്ക് 50 രൂപ വില പറഞ്ഞു. സഗിയോന്റെ പാവപ്പെട്ട ശുശ്രൂഷകർ പറഞ്ഞു 25 രൂപയേ ഉള്ളൂ, 50 രൂപയാണെന്ന് പറഞ്ഞു. എന്തായാലും ശരി, ആ കൊട്ട വാങ്ങാതെ മടങ്ങിപ്പോന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് ചെരുവത്തിലും ചട്ടിയിലൊക്കെ നാളെ അപ്പം വിതരണം ചെയ്യാം. അങ്ങനെ ആദ്യത്തെ കാലഘട്ടം
അങ്ങനെ രാത്രിക്ക് ഞങ്ങൾ കൊന്ത പ്രാർത്ഥനകളെല്ലാം ചെയ്ത് കിടക്കാൻ പോവാണ്. അങ്ങനെ ഒരു 10-11 മണി സമയമായപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതാ തലയിൽ അട്ടിയട്ടിയായി കൊട്ടയുമായി കുറവത്തിയും കുറവനും കൂടെ സെയ്യോന്റെ പടിക്ക് നിൽക്കണം. ഇതെന്തൊരു ഏർപ്പാട്? ഞാൻ ചോദിച്ചത് ആരാ, ഇത് എവിടുന്നാ, എന്താ? അപ്പോഴാണ് പറഞ്ഞത്, സ്വാമിയാരെ ഈ കൊട്ട നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാണ്. ഇവിടുന്നാണ് കൊട്ടയ്ക്ക് അന്വേഷിച്ച് വന്നു. 25 രൂപ കൊട്ടയ്ക്ക് 50 രൂപ പറഞ്ഞു. ഇത് കൊട്ട എടുത്ത് തരണ പൈസ, കിട്ടുന്ന പൈസ തന്നാൽ മതി, കൊട്ട ആവശ്യത്തിനെടുത്തുള്ള പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ കുറവത്തി കൊട്ടയും ചുമന്നിതാ സെയ്യോന്റെ പടിക്ക് രാത്രിയിൽ നിൽക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്ത് മറിമായമാണ് സംഭവിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങളുടെ ദൈവത്തിന് നൽകിയ പ്രേരണ പ്രകാരം ഒരു കൊട്ടയെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ആ ഒരു കൊട്ട വാങ്ങിച്ച് പിന്നെ ബാക്കിയുള്ളത് മടക്കി വിട്ട് അതിനുള്ള 25 ഉറുപ്പികയും കൊടുത്ത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന കൽപ്പനകളും വചനങ്ങളും സൂക്ഷ്മമായി പാലിച്ചാൽ നിങ്ങളുടെ ശത്രുക്കളെ, എതിര് നിൽക്കുന്നവരെ, പറ്റിക്കാൻ വരുന്നവരെ, ഉപദ്രവിക്കുന്നവരെ എല്ലാവരുടെയും നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി ദൈവം വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം അതിൽ 25-ാമത്തെ തിരുലിഖിതം, നിങ്ങളെക്കുറിച്ചുള്ള ഭയവും പരിഭ്രാന്തിയും ഞാൻ സംജാതമാക്കും. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 11 അതിൽ 23, നിങ്ങളെക്കാൾ വലിയവരും ശക്തരുമായവരെ നിങ്ങൾ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും. വീണ്ടും നിയമാവർത്തന പുസ്തകത്തിൽ ദൈവം വ്യക്തമായി വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്, എൻ്റെ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ, അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിയിൽ അണിയുകയും ചെയ്യുവിൻ. നിയമാവർത്തനം 11:18. അങ്ങനെ ചെയ്താൽ ഈ നാട്ടിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും ദീർഘകാലം, ഭൂമിക്ക് മുകളിൽ ആകാശം ഉള്ള അത്ര കാലത്തോളം വസിക്കും എന്ന് കർത്താവ് ഉറപ്പ് തന്നിരിക്കുകയാണ്. ഇത് ദൈവത്തിന്റെ ഉറപ്പാണ്. ഭൂമിക്ക് മുകളിൽ ആകാശം ഉള്ളിടത്തോളം കാലം നിങ്ങളും നിങ്ങളുടെ മക്കളും ദീർഘകാലം ഈ നാട്ടിൽ ദൈവം തരുന്ന സ്ഥലത്ത് സുരക്ഷിതരായി ശത്രു ഭയമില്ലാതെ കഴിയാൻ ദൈവം ഇടവരുത്തും. ദൈവം വിശുദ്ധ ലിഖിതത്തിൽ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് ശത്രുക്കളെ കൺമുമ്പിൽ നിന്ന് ഓടിച്ചു കളയും എന്നുള്ളത്. ഇത് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 7-ാം വാക്യത്തിൽ കുറച്ചും കൂടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിയമാവർത്തനം 28-ാം അധ്യായം അതിൽ 7-ാമത്തെ തിരുലിഖിതം, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ കൺമുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ അവിടുന്ന് നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ തോൽപ്പിക്കും. അവർ ഒരു വഴിയിലൂടെ വരും, ഒരു 7 വഴിയിലൂടെ വാലും പൊക്കിക്കൊണ്ട് ഓലം തക്കവണ്ണം കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അതിനുവേണ്ടി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വലിയ സൈന്യബലം ശേഖരിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ആളുകളുടെ പിൻബലം, ഒരുപാട് പാർട്ടിക്കാരുടെയും ഒരുപാട് മേലുദ്യോഗസ്ഥന്മാരുടെയും ഒരുപാട് സ്വാധീനമുള്ളവരുടെയും കൂട്ടുകെട്ടുണ്ടാക്കണം എന്നല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പണം വെച്ച് പണത്തിന്റെ ശക്തി കൊണ്ട് വ്യാപരിക്കണം എന്നല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഏക കാര്യം നിയമാവർത്തനം 28:1 രേഖപ്പെടുത്തുന്നുണ്ട്. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ കൺമുമ്പിൽ വെച്ച് തോൽപ്പിക്കും. ഇന്ന് വചനം പാലിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും തോന്നിയോടത്ത് വെച്ച് വചനം പാലിക്കും, തോന്നിയ പോലെ വചനം പാലിക്കും. ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്ന അങ്ങനെയല്ല. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകളെയും വചനങ്ങളെയും സൂക്ഷ്മമായി പാലിക്കണം. ഓരോ വചനവും ശ്രദ്ധാപൂർവം പാലിക്കണം. ഇതാണ് ബൈബിളിൽ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. വചനം ശ്രദ്ധാപൂർവം പാലിക്കണം, വചനം സൂക്ഷ്മമായി പാലിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ഗൗരവമായി നാം എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗൗരവം കൊടുക്കേണ്ട മേഖലയാണ് എൻ്റെ ദൈവമായ കർത്താവിന്റെ വചനം, എൻ്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പന ഞാൻ സൂക്ഷ്മമായി പാലിക്കുന്നുണ്ടോ? ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഒരുപാട് ശത്രുക്കള്, എന്നെയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവര്, എന്നെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നവര് ഇന്ന് തലേ കയറി നിരങ്ങുകയല്ലേ. എന്താ അതിന്റെ കാരണം?
സങ്കീർത്തന പുസ്തകത്തിൽ 81 അധ്യായത്തിൽ 13-14 തിരുലിഖിതങ്ങളിൽ അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? സങ്കീർത്തനം 81 അധ്യായം 13-14 തിരുലിഖിതങ്ങൾ: എന്റെ ജനം എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, ഇസ്രായേൽ എന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ, ഞാൻ അതിവേഗം അവരുടെ വൈരികളെ കീഴ്പ്പെടുത്തുമായിരുന്നു. എന്റെ ജനം എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, ഇസ്രായേൽ എന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ, ഞാൻ അതിവേഗം അവരുടെ വൈരികളെ കീഴ്പ്പെടുത്തുമായിരുന്നു. എന്റെയും നിങ്ങളുടെയും ദൈവമായ കർത്താവ് എനിക്ക് നിങ്ങൾക്ക് ഈ കൽപ്പനകൾ, ഈ വചനങ്ങളൊക്കെ തന്നിരിക്കുന്നത് ശത്രുക്കൾക്കെതിരെ, എനിക്ക് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ, എനിക്ക് നിങ്ങൾക്കും വലിയ പീഡകൾ ഉണ്ടാകുമ്പോൾ, ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ, ദൈവമായ കർത്താവിന്റെ സംരക്ഷണം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ഉറവിടങ്ങളാണ് ദൈവത്തിന്റെ വചനങ്ങളും കൽപ്പനകളും. അത് ഇന്ന് സമാധാന കാലത്ത് ഞാനും നിങ്ങളും സങ്കോചമില്ലാതെ ലംഘിച്ചു കഴിഞ്ഞാൽ, നാളെ അനർത്ഥം വരുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവിന്റെ സാന്നിധ്യം അവിടെ കാണുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും ജെറമ്യാ പ്രവാചക പുസ്തകം 20 അധ്യായം 11 വാക്യത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന മറ്റൊരു വെളിപ്പെടുത്തലുണ്ട്. ജെറമ്യാ 20:11. ദൈവത്തിന്റെ മറ്റൊരു സ്വഭാവം ജെറമ്യാ പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. ജെറമ്യാ 20:11: എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്, അതിനാൽ എന്റെ പീഡകർക്ക് കാലിടറും. അവർ എന്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അവമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. ദൈവം ജെറമ്യാ പ്രവാചകൻ നൽകിയ ബോധ്യം പ്രവാചകൻ ദൈവാത്മാ പ്രേരിതനായി പ്രഖ്യാപിക്കുകയാണ്. ഇതാ എന്റെ ദൈവം വീരയോദ്ധാവായി എന്റെ അരികത്തുണ്ട്, അതിനാൽ എന്റെ പീഡകർക്ക് കാലിടറും. എന്റെ ദൈവം വീരയോദ്ധാവ് എന്റെ അരികത്തുള്ളതിനാൽ എന്റെ പീഡകർക്ക് കാലിടറുമെന്ന് ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിന്തിച്ചു നോക്കുക. ദാവീദിന് എത്രയോ ശത്രുക്കൾ ഉണ്ടായിരുന്നു. ദാവീദിന് ജീവിതത്തിൽ എന്നും ബുദ്ധിമുട്ടുണ്ടാക്കിയ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സാവൂൾ രാജാവ്. സാവൂൾ രാജാവിന്റെ മുമ്പിൽ ദാനിയേൽ എന്ന് പറഞ്ഞ വെറും ഒരു ആട്ടിടയൻ, ഒരു പയ്യൻ, വേണ്ടത്ര വലിയ പരിജ്ഞാനമോ യുദ്ധപരിചയം, ഒരു ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നും എടുത്തു പറയാൻ മേന്മ ഭാവിക്കാൻ ഒന്നുമില്ലാത്ത വെറും ഒരു പയ്യനായിരുന്നു സാവൂൾ എന്ന മഹാരാജാവിന്റെ മുമ്പിൽ ദാവീദിന്റെ സ്ഥിതി. അദ്ദേഹത്തിന് ഒരുപാട് കുതന്ത്രങ്ങൾ, ഒരുപാട് കെണികൾ സാവൂൾ ഒരുക്കി. എന്നാൽ ദാവീദാകട്ടെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് കർത്താവിന്റെ ഒരു വചനം പോലും ലംഘിക്കാതെ, കർത്താവിന്റെ ഒരു കൽപ്പന പോലും ലംഘിക്കാതെ ജീവിക്കുന്നതിന് വേണ്ടിയായിരുന്നു ദാവീദിന്റെ ഉത്സാഹം. ശത്രുക്കൾ ഇവനെ കൊല്ലാനും ഇവനെ ജീവന് കെണിവെക്കാനും ഒരുമിച്ച് കൂടുമ്പോൾ ദാവീദ് ദൈവത്തിന്റെ വചനവും എടുത്ത് ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദാവീദ് മുട്ടുമേൽ നിൽക്കുകയാണ്. ദാവീദിന്റെ ഉത്സാഹം മുഴുവനും കർത്താവിന്റെ വചനം ലംഘിക്കാതെ ജീവിക്കുന്നതിനെ കുറിച്ചായിരുന്നു. അതിനാൽ ശത്രുവിന് അവനെ തൊടാൻ കഴിഞ്ഞില്ല, ശത്രുവിന് അവനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നെയോ ദാവീദിന്റെ ശത്രുക്കളെ ദൈവം ദാവീദിന്റെ മുമ്പിൽ താഴ്ത്തിക്കൊടുത്തു. ദാവീദിന് മുമ്പിൽ ഹിമാലയ പർവ്വതം പോലെ ഉയർന്നു നിന്നിരുന്നവരെ ദൈവം ദാവീദിന് മുമ്പിൽ താഴ്ത്തിക്കൊടുത്ത് അതിന്റെ മുകളിലൂടെ ദൈവം ദാവീദിന് വേണ്ടി പാതയൊരുക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു അനുഭവത്തിൽ നല്ലേ ദാവീദ് പറഞ്ഞത്, എന്റെ ശത്രുക്കളുടെ കൺമുമ്പിൽ എന്റെ കർത്താവ് എനിക്ക് വിരുന്നൊരുക്കി, ശത്രുക്കളുടെ കൺമുമ്പിൽ വെച്ച് കർത്താവ് എനിക്ക് വിരുന്നൊരുക്കിയെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിലെ ദൈവത്തിന്റെ പ്രത്യേകതയാണ് ശത്രുക്കളുടെ മുമ്പിൽ എനിക്ക് വേണ്ടി മേശയൊരുക്കുന്ന കർത്താവ്, ശത്രുക്കളുടെ മുമ്പിൽ എനിക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന കർത്താവ്. അതിന് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവവചനം ആവശ്യപ്പെടുന്ന കാര്യം കർത്താവിന്റെ കൽപ്പനകളെയും വചനങ്ങളെയും സൂക്ഷ്മമായി പാലിക്കുക എന്നുള്ളതാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവവചനത്തെയും ദൈവിക കൽപ്പനകളെയും വിലമതിക്കുന്നതിൽ എൻ്റെ മനസ്സ് എത്രയോ അലസത കാണിച്ചു. ദൈവവചനവും ദൈവിക കാര്യങ്ങളും വിലയില്ലാത്തതായി കണ്ടു, അതിനെ ഭാരമായി കണ്ടു. ഇതൊക്കെ എന്തിനാണെന്ന് ചിന്തിച്ചു. ദൈവമേ, ഇതെല്ലാം എൻ്റെ ഈ ലോക ജീവിതത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ വലിയ ഇടപെടലിൻ്റെ അനുഭവം ഉണ്ടാകാൻ വേണ്ടി എൻ്റെ ദൈവം ക്രമീകരിച്ചിരിക്കുന്നതാണല്ലോ. കർത്താവെ, അങ്ങയുടെ ഓരോ വചനങ്ങളെയും സൂക്ഷ്മമായി പാലിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹാലലുയ, ഹാലലുയ. കർത്താവെ, അഭിഷേകം ചെയ്യണമേ. കർത്താവെ, അങ്ങയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ. തളർന്ന ഹൃദയങ്ങളെല്ലാം ഉണരട്ടെ. കർത്താവെ, പിന്മാറ്റത്തിലേക്ക് പോകുന്ന ആത്മാക്കളെല്ലാം പുതുജീവൻ പ്രാപിക്കട്ടെ. ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. കാത്തിരിപ്പു നിൻ സ്വരം കാതോർത്തിരിപ്പു സൗഖ്യദായക നീ വരേണമേ. സകല ലോകത്തിൻ്റെയും രാജാവായ യേശു കർത്താവ് ഇതാ നമ്മുടെ അരികിൽ. നാം ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന മുറികളിൽ ഈ നിമിഷങ്ങളിൽ ആത്മാർത്ഥതയോടെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ഭവനത്തിലും അത്ഭുത വിടുതലുണ്ട്, അത്ഭുത സൗഖ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ അവിടുന്ന് പഠിപ്പിക്കുന്നു: അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. ഈ നിമിഷങ്ങളിൽ രോഗം, ക്ഷീണം, മടുപ്പ്, കടബാധിതകൾ, കുടുംബ തകർച്ച, സമാധാനമില്ലായ്മ, തഴക്കദോഷങ്ങൾ, പാപബന്ധനങ്ങൾ, ഓരോ മേഖലകളെയും യേശു ക്രിസ്തുവിലേക്ക് സമർപ്പിക്കുക. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് എൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. എല്ലാ ദൈവമക്കളും ഹൃദയം നുറുങ്ങി യേശുവിനെ ആരാധിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈ നിമിഷങ്ങളിൽ അവിടുന്ന് കരുണ തോന്നി കുടുംബങ്ങളിലേക്ക് ഞങ്ങൾ അത്ഭുത ശക്തി വ്യാപരിക്കാൻ തിരുവുള്ളമാകണമേ. ഓ കർത്താവേ, അവിടുന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ഇപ്രകാരം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നല്ലോ: ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഓ ദൈവമേ, എളിമയോടുകൂടെ പ്രാർത്ഥിക്കാൻ ഈ നിമിഷങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, തഴക്കദോഷങ്ങൾ അങ്ങനെ അത്ഭുത നാമത്തിൽ വിട്ടുപോകട്ടെ. മദ്യപാനം, പലതരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ, ദുശീലങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ കുടുംബങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന കലഹം, വഴക്ക്, തമ്മിൽ അനുസരിക്കാൻ പറ്റാത്ത മാത്സര്യത്തിന്റെ അരൂപികൾ, ഇങ്ങനെയുള്ള എല്ലാ തിന്മയുടെ അരൂപികളെയും നസ്രായന നാമത്തിൽ ശാസിക്കുന്നു. കുടുംബങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് ഈ നിമിഷങ്ങളിൽ യേശുവിന്റെ നാമം വിളിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ സംഭവിക്കുന്നു. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ കുടുംബങ്ങളിൽ എല്ലാ കലഹത്തിന്റെ അരുവികളും വിട്ടുപോകട്ടെ. ക്ഷീണത്തിന്റെ അരുവികൾ മാറിപ്പോകട്ടെ. രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. ദുർബാധകൾ ഓടിപ്പോകട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം.
ഹരീഷ് കുമാർ, വാൾപ്പാറ. പക്ഷേ എന്റെ ഭാര്യ ക്രിസ്ത്യനാണ്. ഇത്ര കാലമായിട്ട് ഞാൻ ക്രിസ്ത്യൻ വിശ്വസിച്ചേ ഇല്ല. ഇപ്പോ അവളെ വിശ്വസിച്ചിട്ട് ഹെൻറിന്ന് പേര് മാറ്റിയിട്ട് ക്രിസ്ത്യനിൽ ചേർന്നിരിക്കുകയാണ്. ഇനി ഉണ്ടായെന്ന് വെച്ചാൽ 2 മുഴ തീരെ മുഴയില്ല. ശരീരത്തിൽ എത്ര മുഴയുണ്ടായിരുന്നു? 5 മുഴയുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ 5 മുഴയുണ്ടായിരുന്നു. ശരീരത്തിൽ പല ഭാഗത്തായിട്ട് 5. ഈ പാക്കിന്റെ പച്ചപ്പാക്കിൽ അതിന്റെ സൈസിൽ അടയ്ക്ക പോലത്തെ അടയ്ക്ക. പിന്നെ ബാക്കി 3 കുരുമുളക് സൈസായി. ഇത് ഞാൻ ഒന്നും ശരിയാകാണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് 1:30 മണിക്ക് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 21 കൊല്ലത്തെ സാക്ഷ്യം പറയണം, എന്താ നടന്നെന്നുള്ളത് പറയണം. അച്ഛൻ പറഞ്ഞു ശരി ഓക്കെ, തന്നെ ഒരു അച്ഛന് ഞാൻ ഏർപ്പാടി തരാം, എന്തെന്ത് പറയണോ ഒരു 1:30 മണിക്കൂറായാലും പറഞ്ഞോന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരൻ, ചുരുക്കത്തിൽ 5 മുഴ ഈ ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച 3 പരിപൂർണമായിട്ട് ചുരുങ്ങി, പിന്നെ 2 ചെറുതായിട്ട് ചുരുങ്ങി. പിന്നെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു, അതോടുകൂടി ആദ്യം പരിപൂർണമായി കർത്താവ് മാറ്റി. ഹല്ലേലൂയ. കാര്യങ്ങൾ ഉയർത്തിയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. എൻ്റെ പേര് ദീനി പീറ്റർ, സ്ഥലം എറണാകുളം. എനിക്ക് 12 വർഷത്തോളമായി എന്ത് ഭക്ഷണം കഴിച്ചാലും അലർജി ആയിരുന്നു. പ്രത്യേകിച്ച് ഇറച്ചി മുട്ടയൊക്കെ കഴിച്ചാൽ അപ്പോൾ തന്നെ മുഖവും ചുണ്ടുമൊക്കെ വന്ന് വീർത്ത് ഞാൻ ആകെ വിരൂപമാകുമായിരുന്നു. 12 വർഷമായിട്ട് പ്രത്യേക ഭക്ഷണപദാർത്ഥം കഴിച്ചു, ഇറച്ചി മുട്ട അങ്ങനത്തെ ഭക്ഷണപദാർത്ഥം കഴിച്ചാൽ മുഖമൊക്കെ വീർത്ത് ആകെ പ്രത്യേക തരത്തിൽ ചുറിഞ്ഞ് ഒരു പ്രത്യേക ഷേപ്പിലെ സൈഡിൽ അവസ്ഥയെ മാറുമായിരുന്നു. എന്നെ കണ്ടാൽ തന്നെ വിരൂപമായിരുന്നു. എല്ലാവരും എന്നോട് ചോദിക്കും ഞാൻ തന്നെയാണെന്ന് ചോദിച്ചു. ഞാൻ അടുത്ത വീടുകളിൽ മരിച്ചിട്ട് പോലും 2 വീടുകളിൽ പോകാതിരുന്നിട്ടുണ്ട്. ഇങ്ങനെ രോഗം ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അഭിഷേകത്തിന് പ്രോഗ്രാം കണ്ട് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ അത് മാറുമെന്ന് എനിക്ക് വളരെ. അപ്പൊ അഭിഷേകത്തിന്റെ പ്രോഗ്രാം ഞായറാഴ്ച രാത്രി 8 മണിക്കുള്ള അഭിഷേകത്തിന്റെ പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചു. അപ്പൊ ഇവിടെ വന്ന് ധ്യാനം കൂടണമെന്ന് ഒരു തോന്നലുണ്ടായി. അങ്ങനെയാണ് ഇവിടെ ഞാൻ കൂടാൻ വന്നത്. ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇറച്ചിയും മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേടിച്ചാണെങ്കിൽ അത് കഴിച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഞാൻ ഇവിടെ കുർബാന സമയത്ത് ഈശോനോട് സ്തുതിച്ചു, വളരെ ഉച്ചത്തിൽ എനിക്ക് ആകാവുന്ന സ്വരത്തിൽ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ രോഗം വിട്ടുമാറി. ഈ ധ്യാനത്തിൽ വെച്ച് ചങ്ക് പുതർന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പൊ 5 ദിവസം ഇങ്ങനെ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിച്ചിട്ട് ഒരു രോഗപീഠ പോലും ഇല്ല. ഹല്ലേലൂയ. സന്തോഷം തോന്നുന്നുണ്ടോ? എങ്കിൽ കരങ്ങൾ കോർത്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി സന്തോഷത്തോടെ ചേർന്ന് പാടിയേ. എൻ്റെ പേര് തങ്കച്ചൻ, കുടിയാൻമല, കണ്ണൂർ ജില്ലയിൽ കുടിയാൻമല ഇടവയിലാണ് എൻ്റെ വീട്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് എനിക്ക് അലർജി രോഗമുണ്ട്. അലർജി രോഗം എന്ന് പറഞ്ഞാൽ പ്രത്യേക ഭക്ഷണമോ കാര്യങ്ങളൊന്നും കഴിക്കേണ്ട, വെറുതെ ഇരിക്കുന്ന സമയത്ത് മേത്തൊന്ന് ചെറുതായിട്ട് ചൊറിയും. കുറച്ച് കഴിഞ്ഞ് അത് നിർഗന്ധലം മുതൽ ഉള്ളംകാലം വരെ അങ്ങ് ചൊറിയും. ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആ കാലിൻ്റെ ഒക്കെ ചൊറിച്ചിൽ മാറുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കുണ്ണു പിടിച്ച പോലുള്ള കല്ലിൽ കൊണ്ടിട്ട് കാല് വരച്ചാൽ പോലും ആ ചൊറിച്ചിൽ മാറില്ലായിരുന്നു. മിക്ക ദിവസങ്ങളും ഉണ്ടാവുമായിരുന്നത്. മിക്കവാറും ദിവസം എല്ലാം ഉണ്ടാവും. ചില ദിവസം രാവിലെയാണ്, ചില ദിവസം രാത്രിയാവും. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ സ്കിൻ സ്പെഷ്യലിസ്റ്റിന്റെ പല ഡോക്ടർമാരുടെ അടുത്തും പോയി പല ഡോക്ടേഴ്സിനെയും പോയി കണ്ടു നോക്കി. എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഡോക്ടർ, കണ്ണൂരിലെ മെയിനായിട്ടുള്ള ഡോക്ടർ പറഞ്ഞു, ഇനി മേലാൽ നിങ്ങൾ എന്റെ അടുത്തേക്ക് മരുന്നിനായിട്ട് വരണ്ടെന്ന് പറഞ്ഞു. എന്താ സ്ഥിതി നോക്ക്. അവസാനം ഡോക്ടറെ ശാസിച്ച് വിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു, പുറത്തേക്ക് എന്നെ വിടുകയത്. അതിനുശേഷം ഞാൻ പിന്നെ ആയുർവേദം മരുന്ന് കഴിച്ചു. ഇങ്ങോട്ട് ഈ ധ്യാനത്തിന് പോരുന്നതിന് മുമ്പ് വരെ വീട്ടിൽ ആയുർവേദം മരുന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ അവിടുന്ന് ആ ഡോക്ടർ തന്ന മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് ബാഗിനകത്ത് സ്റ്റെപ്പിന് വെച്ചാൽ ഞാൻ വന്നത്. ഇവിടെ വന്നു നമ്മുടെ തൈലാഭിഷേക ശുശ്രൂഷയുടെ സമയത്ത് ബ്രദർ എന്നോട് പറഞ്ഞു, മോന്റെ അസുഖം കർത്താവ് മാറ്റി തരുമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറഞ്ഞു, ഈ തൈലാഭിഷേക ശുശ്രൂഷയോട് കൂടി എന്റെ രോഗം മാറി. എന്റെ ദൈവത്തെ ഞാൻ Hallelujah,